അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അച്ചു വന്നതും തന്നെ രുക്കു പറയണം കേട്ടോ. എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പോൾ അച്ചുവിന് ആകെ മൊത്തം ദേഷ്യം വരികയാണ് കേട്ടോ. അച്ചു രുക്കുവിനോട് പറയും, നീ പണ്ട് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു, അതെല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇപ്പം ഞാനത് വിശ്വസിക്കില്ല. കാരണം അതെല്ലാം ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ചേച്ചിയും JK ആയിട്ട് ഒരു തരത്തിൽ ഒരു ബന്ധമില്ല എന്നുള്ളത് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രുക്കുവിനാകെ ദേഷ്യം വരികയാണ്. രുക്കു പറയണ, നീ വിശ്വസിച്ചോ? നിങ്ങളെല്ലാവരെയും മണ്ടരാക്കിയിട്ട് ചേച്ചിയും JKയും തമ്മിൽ നല്ല ബന്ധമുണ്ട്, അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ആ ടീച്ചറും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ അച്ഛന് സമനില തെറ്റുകയാണ് കേട്ടോ. നിന്നോടല്ലേ പറഞ്ഞത്, നീ എൻ്റെ ചേച്ചിയെക്കുറിച്ച് ഇന്ന് പറഞ്ഞത് പറഞ്ഞു, ഇനി മേലിൽ അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ചു കൈ ഓങ്ങിയിട്ട് രുക്കുവിനെ അടിക്കുകയാണ് കേട്ടോ. നീ എന്നെ അടിച്ചു കൊന്നു, നിനക്ക് ഒരിക്കൽ മനസ്സിലാവും, നിൻ്റെ ചേച്ചി ആരാന്നുള്ളത് മനസ്സിലാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് രുക്കു കരയാണ് കേട്ടോ. അതേസമയം അർച്ചന മധുബാലയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മധുബാലയെ കണ്ടിട്ട് പറയുന്നുണ്ട്, JK ഇങ്ങനെ ഒരു ഡൈവേഴ്സ് കേസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ താല്പര്യമുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് മധുബാലയോട് വിശദമായിട്ട് അന്വേഷിക്കാൻ പോവുകയാണ് കേട്ടോ. അതേസമയം മധുബാല പറയുന്നുണ്ട്, എനിക്ക് അയാളുടെ കൂടെ ഇരിക്കാൻ താല്പര്യമാണ് എന്ന് തന്നെയാണ് മധുബാല പറയുന്നത് കേട്ടോ. അതുപോലെ അർച്ചന വളരെ വളരെ സൗമ്യമായിട്ടാണ് മധുബാലയോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം അറിയാൻ കേട്ടോ. പക്ഷേ JK പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും മധുബാലയുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല, അവരൊരു കുഞ്ഞിനെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആവശ്യങ്ങളെല്ലാം മധുബാലയോട് അർച്ചന പറയാൻ കേട്ടോ. അർച്ചന ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മധുബാലയ്ക്ക് ദേഷ്യം വരുന്നത്. കാരണം മധുബാല അർച്ചനയും JKയും കുറിച്ചിട്ടാണ് സംശയിച്ചിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത്. പക്ഷേ അർച്ചനയ്ക്ക് ആ ഒരു ഭാവമേ ഇല്ല. അത് മധുബാലയെ കൂടുതൽ ചൊടിപ്പിക്കുകയാണ് കേട്ടോ. നിൻ്റെ അടുത്ത് കേസ് തരുമല്ലോ അയാൾ, നിൻ്റെ അടുത്താണല്ലോ തരേണ്ടത് എന്നെല്ലാം പറയുകയാണ്. ഞാൻ എന്തായാലും ഡൈവേഴ്സിന് തയ്യാറല്ല, അത് അങ്ങേരോട് പോയി പറഞ്ഞേക്കുകയെന്ന് മധുബാല അർച്ചനയോട് പറയുകയാണ് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.